സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണെന്ന്. അതായത് മാർച്ച് 13 പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഈ ഒരു ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഹെൽത്താണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കൂടെയുള്ളവർ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കാം. അവരെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഗ്രൂപ്പായിട്ട് എല്ലാവരും ചേർന്ന് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എനർജിയിലോട്ട് പോകാതിരിക്കുക. നിങ്ങളെ ആയിരിക്കാം, മറ്റുള്ളവരെ ആയിരിക്കാം ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, ആ ഒരു എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സബ് കോൺഷ്യസ് ബ്ലോക്ക് ആയിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് ജഡ്ജ്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ അവിടെ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് കോട്ടായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം, ലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. അവിടെ ആ ഒരു ജസ്റ്റിസ്, ആ ഒരു നീതി, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതും നിങ്ങളെ ഇവിടെ സ്പിരിച്വലി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ഇന്നത്തെ ദിവസം ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്, നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നോയ്സ്, ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി ആയിരിക്കാം, വേറെ എന്തെങ്കിലും വിഷമങ്ങളായിരിക്കാം, അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യേണ്ട, കാമാക്കി നിർത്തേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ പേജ് ഓഫ് വാൻഡ്സിൽ നിങ്ങളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി ഒത്തിരി സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ്റെ രൂപത്തിലായിരിക്കാം, ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ലൈഫിൽ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവ് എനർജിയിലായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള എനർജിയിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് എന്താണെന്ന് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് പാഷനാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ പാഷൻ കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ എന്താ പറയുക, ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുറച്ച് പേർക്ക് വിഷണറിയുടെ എനർജിയാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ടൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലൊരു ബാലൻസ് നിലനിർത്താനായിട്ട് ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കാം. ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ടാകാം. യാത്രകൾ എന്തെങ്കിലുമൊക്കെ നല്ല റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം. വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മാറ്റി വാങ്ങാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എനർജി ആയിരിക്കാം, എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന എനർജീസ് ആയിരിക്കാം കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അവിടെ കുറച്ചും കൂടെ ഒരു വ്യക്തത, ഒരു ലൈറ്റ് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നൈറ്റ് ടൈം കൂടുതൽ സമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ എന്താണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അതിലും കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യലി ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും കർമ്മങ്ങളുണ്ടാകാം, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം. അതെന്താണെന്ന് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
ചെറിയൊരു ബ്ലോക്കേജ്, എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാകാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും മണി ഫിനാൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, എന്ത് സിറ്റുവേഷനാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്, എൻ്റെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ബ്ലോക്ക് ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ ചിന്താ രീതിയായിരിക്കാം, ചിന്തിക്കുന്ന രീതിയായിരിക്കാം, നിങ്ങളെടുത്ത ഡിസിഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഡിനയലായിരിക്കാം, ചേഞ്ചസിനോട് മാറ്റങ്ങളോട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അത് കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകാം. അപ്പോൾ മാറ്റങ്ങൾ, ഒത്തിരി പോസിറ്റീവ് എനർജി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചെറിയൊരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഫ്ലോയിൽ പോകുന്നുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജീനെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി ഗ്രോത്തും കാണുന്നുണ്ട്, വളർച്ചയും കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം. അവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട്, താൻ ചെയ്യേണ്ട കാര്യങ്ങൾ, തൻ്റെ കർത്തവ്യം, അതെല്ലാം കുറച്ചും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടുമായിരിക്കാം ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കുറച്ചും കൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്പിരിച്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ ഇവിടെ 10 of Wands വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ, എഗെയിൻ ഒത്തിരി എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം, ഒത്തിരി ബേർഡൻ, ഒത്തിരി എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി കൂടെ പോകാനായിട്ടും നിങ്ങൾ മറക്കാതിരിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ എൻഡാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രെങ്ത് നൽകുന്ന ഒരു എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കണ്ടോ, എഗെയിൻ ഹീലിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഗ്രോത്ത് ആയിരിക്കാം, ഒരു ബാലൻസ് ആയിരിക്കാം. ഓക്കെ, അത് കടന്നു വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 13 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് കുറച്ച് പേർക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ 8 of Cupsൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് വന്നിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ടീം വന്നിട്ട് നിങ്ങളെ എന്തെങ്കിലും സിറ്റുവേഷൻ കടക്കാനായിട്ട്, ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നില്ല, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മനോവിഷമങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നീതി ലഭിക്കുന്നില്ല, ബാലൻസ് ലഭിക്കുന്നില്ല, റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നീതി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇവിടെ സ്പിരിച്വൽ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, ഗൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ക്ലെൻസിങ് കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ബാലൻസ് വീണ്ടെടുക്കാനായിട്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആത്മസംതൃപ്തി ലഭിക്കുന്നത്, നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി എന്താണ്, അതിലോട്ടൊക്കെ നിങ്ങളെ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള നോയ്സ്, നമ്മളുടെ ചുറ്റുമുള്ള ബഹളങ്ങൾ, അവിടെ എന്താ പറയുക, ഒരു കാംനെസ് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനത്തെ എനർജീസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, ഓൾറെഡി ഉള്ള നല്ല നല്ല എനർജീസ്, അത് നിങ്ങളെങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, അത് നിങ്ങളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈശ്വരൻ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ പിന്നെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ്, നിങ്ങളെ വിഷമിപ്പിക്കുന്ന എനർജീസ്, അതിനെ ഫീഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ എനർജീസ് പിന്നെയും ലോ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ?
അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം ഈ ഒരു എക്ലിപ്സ് ഫുൾ മൂൺ ടൈം വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു ബാലൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ. പക്ഷേ ഓവറോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്പ്രെഡിൽ വന്നിട്ട്. പ്രത്യേകിച്ചും ഇവിടെ മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. കുറച്ച് പേർക്ക് ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഓക്കെ. റിലേഷൻഷിപ്പിലെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ത്രൂ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിരിക്കാം. നിങ്ങളുടെ പിതൃക്കൾ, നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ ഫാമിലി ത്രൂ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലും നല്ല നല്ല എനർജീസ് കടന്നു വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഫ്രൂട്ട്സ്, ഒത്തിരി ബ്ലെസ്സിങ്സ്, കുറച്ച് പേര് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഷെയർ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. എഗെയിൻ ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. ഒത്തിരി ജ്ഞാനം, ഒത്തിരി വിസ്ഡം, ഒത്തിരി ഡൗൺലോഡ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പുതിയ പുതിയ ലൈറ്റ് കോഡ്സ്, പുതിയ പുതിയ ഡൗൺലോഡ്സ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് അത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം മറക്കാതിരിക്കുക. നിങ്ങളുടെ ആ ഒരു സോളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്കും ഒത്തിരി ജ്ഞാനം നേടാനായിട്ടുള്ള വിദ്യയുടെ എനർജി, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് എനിക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ലവേഴ്സിലും ഒത്തൊരുമയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്ത വർക്കിന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ലഭിക്കുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലും ഹീലിംഗ് ആയിരിക്കാം. ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു സ്നീക്കി എനർജി കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, അത് നിങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെയും ഒത്തിരി സറണ്ടറിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി സ്പിരിച്വൽ എനർജിയാണ്. നിങ്ങൾക്കുള്ള വിഷമങ്ങൾ, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഇവിടെ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ന്യൂ എനർജി, ഒരു ന്യൂ പോർട്ടൽ ഓപ്പൺ ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലവ് റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ എനർജി, ഒരു കാംനെസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. മെയിനായിട്ട് അത് സംഭവിക്കുന്നത് നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോഴാണ്, ഈശ്വരനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് മണി ഫിനാൻസ് ആയിട്ട്, ഇവിടെ മണി ഫിനാൻസിൻ്റെ എനർജി വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി, എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓഫർ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേരുടെ കരിയറിൽ എന്തെങ്കിലും എൻഡിങ്സ് സംഭവിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചാപ്റ്റർ എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ, അതിലോട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഒത്തിരി പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. ഓൺലി തിങ് ഞാൻ അഡ്വൈസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജേർണലിംഗ് ചെയ്യുക, എഴുതുക. അതെല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ജേർണി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ജേർണി, ആത്മീയമായിട്ടുള്ള ഒരു യാത്രയായിരിക്കാം. ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം. ഓക്കെ. അതും നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.